ഓസ്ട്രേലിയക്കെതിരെ മെൽബോൺ ടെസ്റ്റിലെ ഇന്ത്യയുടെ തോൽവി വലിയ നിരാശയുണ്ടാക്കുന്നതാണ്. ആതിഥേയരായ ഓസ്ട്രേലിയ 340 റൺസിൻ്റെ വിജയലക്ഷ്യം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഇന്ത്യക്ക് ജയം അസാധ്യമെന്ന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ സമനില എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കളിക്കാൻ ഇറങ്ങിയത്. രോഹിതും ജയ്സ്വാളും ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് മുതൽ പ്രതിരോധ ഷോട്ടുകൾ കളിച്ചു തുടങ്ങി. എന്നാൽ പിന്നീട് ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ കളി കൈവിട്ടത് കാണാം. ജയ്സ്വാളും പന്ത് മൊഴികെ മറ്റാർക്കും കാര്യമായ മത്സരത്തിലൊന്നും ചെയ്യാനാവാത്ത സാഹചര്യവും ഉണ്ടായി. എന്നാൽ തോൽവി ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ വലിയ രീതിയിൽ സമ്മർദ്ദമായിരിക്കുകയാണ്. ഇന്ത്യയുടെ വൻപൻ തോൽവിയിൽ പരിശീലകൻ ഗൗതം ഗംഭീർ കട്ടക്കളിപ്പിലാണെന്ന് പറയാം. ഈ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ വലിയ മാറ്റമുണ്ടാകുവാനും സാധ്യതകളേറെയാണ്. ഗംഭീറിനെ കുറ്റപ്പെടുത്തുന്നവരും ഏറെയാണ്. ഗംഭീർ വന്നതിന് ശേഷമാണ് ഇന്ത്യ ടീമിന് ഇത്ര വലിയ പരാജയങ്ങൾ സംഭവിക്കുന്നത്. ന്യൂസിലൻഡുമായുള്ള നാട്ടിലെ വൈറ്റ് വാഷ് അടക്കം ഇന്ത്യയെ അതീവ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. വൈറ്റ് ബോൾ ക്രിക്കറ്റിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഗംഭീർ വന്നതിന് ശേഷമുണ്ടായി. എന്നാൽ പല സീനിയർ താരങ്ങൾക്കും ഗംഭീറിനോട് സിങ്ക് ആവുന്നില്ല എന്ന വിവരങ്ങൾ ശക്തമാണ്. ഗംഭീർ മാത്രം വിചാരിച്ചാൽ നടക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആരാധകരുണ്ട്. എന്നാൽ ഗംഭീർ വന്നതിന് ശേഷമാണ് ഇത്രത്തോളം ടീം പ്രകടനം, സീനിയർ താരങ്ങളുടെ പ്രകടനമടക്കം മോശമായത്. അതുകൊണ്ട് അടിമുടി മാറ്റം തന്നെ എന്തെങ്കിലും ഇന്ത്യൻ ടീമിൽ ഉടനടി പ്രതീക്ഷിക്കാമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ ടീമിലേക്ക് കൂടുതൽ യുവതാരങ്ങളെ കൊണ്ടുവരാൻ ഗംഭീർ ഇടപെടുമെന്ന് ഉറപ്പാണ്. സഞ്ജു സാംസണെയും സായ് സുദർശനെയും ഇന്ത്യ ടീമിലേക്ക് വിളിച്ചേക്കും. സഞ്ജു സാംസൺ അടക്കമുള്ളവർക്ക് അവസരം കാത്ത് പുറത്തു നിൽക്കുമ്പോൾ സീനിയർ താരങ്ങൾക്ക് വേണ്ടി അവസരം പാഴാക്കുന്നത് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പല നിർണായക തീരുമാനങ്ങളും വൈകാതെ തന്നെ ഉണ്ടാകും. പേസ് നിരയിൽ ബുംറ ഒഴിച്ച് ബാക്കിയുള്ള താരങ്ങളെല്ലാം ഉടച്ചു വാർക്കാൻ തന്നെയായിരിക്കും ഗംഭീർ പദ്ധതിയിടുന്നത്. മുഹമ്മദ് സിറാജ് അടക്കം വേണ്ടത്ര നിലവാരത്തിലേക്ക് ഉയരാത്തത് ഇന്ത്യക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. മുകേഷ് കുമാർ, മയങ്ക് യാദവ്, അർഷദീപ് സിംഗ് അടക്കമുള്ളവരെ പരിഗണിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. രോഹിതിനെയും കോഹ്ലിയെയും പുറത്താക്കുന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഗംഭീർ എപ്പോഴും യുവതാരങ്ങളെ ഊന്നിയുള്ള പ്രകടനങ്ങളെ എടുത്തു പറയുന്ന താരമാണ്. അതുകൊണ്ട് സീനിയർ താരങ്ങളെ പുറത്തിരുത്തി യുവതാരങ്ങൾക്ക് അവസരം കൊടുത്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഗംഭീർ വന്നതിന് ശേഷം ടീമിൽ മാറ്റങ്ങളുണ്ട്. അത് മുന്നോട്ടോന്നി പ്രകടനങ്ങളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധിക്കും. ഗംഭീർ ആവശ്യപ്പെട്ട സകല സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെ അടക്കം BCCI നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഗംഭീർ എന്നുകൊണ്ട് വിജയം ഉറപ്പാക്കുന്നില്ല എന്നുള്ളതും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്.